നമസ്കാരം. VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ വേണുഗോപാൽ. ആദ്യം പ്രധാന വാർത്തകൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ല 71.31 പോളിംഗ് ശതമാനം രേഖപ്പെടുത്തി. ജില്ലയിലാകെ 19,63,953 പേരാണ് വൈകുന്നേരം 6 മണിവരെ വോട്ട് രേഖപ്പെടുത്തിയത്. വടക്കാഞ്ചേരി ബ്ലോക്ക് 75.02%, കൊടുങ്ങല്ലൂർ നഗരസഭ 74.74% എന്നിവിടങ്ങളിലാണ് മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയത്. അതേസമയം തൃശൂർ കോർപ്പറേഷനിൽ പോളിംഗ് ശതമാനം 61.21% പാലക്കാട് ഇത് 75% പോളിംഗ് ഉണ്ടായി. വടക്കാഞ്ചേരിയിൽ 72.23%, ഷൊർണൂരിൽ 73% കടന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ദിവസം തൃശൂർ ജില്ലയിൽ വിവിധയിടങ്ങളിൽ സംഘർഷം. എരുമപ്പെട്ടി പഞ്ചായത്തിൽ ബൂത്ത് കെട്ടുന്നതിനെ ചൊല്ലിയുള്ള തർക്കം CPM കോൺഗ്രസ് സംഘർഷത്തിൽ കലാശിച്ചു. 2 പേർക്ക് പരിക്കേറ്റു. വടക്കാഞ്ചേരി മണലിത്തറയിൽ UDF ബൂത്തിന് മുൻപിൽ മൂത്രമൊഴിച്ചതിനെ ചോദ്യം ചെയ്തതിനെ തുടർന്ന് നടന്ന സംഘർഷത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. CPM പ്രവർത്തകൻ അറസ്റ്റിലായി. വടക്കാഞ്ചേരി നഗരസഭ 20-ാം ഡിവിഷനിൽ കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ച ഒരാളെ പിടികൂടി പോലീസ് കരുതൽ തടങ്കലിൽ വെച്ചു. വള്ളത്തോൾ നഗർ, എരുമപ്പെട്ടി പഞ്ചായത്തുകളിലെ വിവിധ ബൂത്തുകളിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായതിനെ തുടർന്ന് മണിക്കൂറുകളോളം വോട്ടിംഗ് തടസ്സപ്പെട്ടു. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ മന്ത്രിമാരും MP-മാരും MLA-മാരും വോട്ട് രേഖപ്പെടുത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലായിരിക്കുമെന്ന് മന്ത്രി R. ബിന്ദു പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തെ വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് പൂർണ്ണ സംതൃപ്തിയുണ്ടെന്നും അവർ പറഞ്ഞു. എന്നാൽ പിണറായിയുടെ ജനവിരുദ്ധ സർക്കാർ താഴെ വീഴണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നും UDF-ലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് എന്നും VK ശ്രീകണ്ഠൻ MP തിരിച്ചടിച്ചു. വർഗീയ ശക്തികളുമായി കൂട്ടുകൂടി അധികാരത്തിൽ തിരിച്ചെത്താൻ UDF ശ്രമിക്കുകയാണെന്ന് A. വിജയരാഘവനും ആരോപിച്ചു. കോൺഗ്രസ് നേതൃത്വം അതിജീവിതകൾക്കൊപ്പമല്ലെന്നും വേട്ടക്കാർക്കൊപ്പമാണെന്നും മന്ത്രി MP രാജേഷ് വിമർശനം ഉന്നയിച്ചു. ഇടതുപക്ഷം ഇത്തവണയും ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് K. രാധാകൃഷ്ണൻ MP പറഞ്ഞു. 7 വർഷം മുൻപ് മലബാർ എക്സ്പ്രസിൽ മോഷണം നടത്തിയ കേസിലെ പിടികിട്ടാപ്പുള്ളി അറസ്റ്റിൽ. ചേലക്കര കിള്ളിമംഗലം സ്വദേശിയായ 45 വയസ്സുള്ള അബ്ദുൾ അസീസാണ് ആലുവയിൽ നിന്നും ഷൊർണൂർ പോലീസിന്റെ പിടിയിലായത്. 2018 മെയ് മാസത്തിൽ മണ്ണാർക്കാട് സ്വദേശിയുടെ മൊബൈൽ ഫോണും പൈസയും അടങ്ങിയ ബാഗ് കവർന്ന കേസിലെ പ്രതിയാണ് ഇയാൾ. കോടതിയിൽ നിന്ന് ജാമ്യമെടുത്ത ശേഷം വീടും സ്ഥലവും വിറ്റ് ഇയാൾ കേരളത്തിലും പുറത്തും ഒളിവിൽ കഴിയുകയായിരുന്നു.